ശ്രീ പി എൽകുമാർ, അങ്ങേക്ക് 7 മിനിറ്റ്. സർ, ഭരണപക്ഷ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് വെട്ടിക്കുറച്ചെന്നൊക്കെ പറയുന്നു. പക്ഷേ കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദിയെക്കുറിച്ച് ഒരക്ഷരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 10 വർഷം പിന്നിടുമ്പോൾ ഈ സഭയിൽ പറഞ്ഞിട്ടില്ല സർ. സർ, അത് പറയാൻ നട്ടെല്ലും തൻ്റെ ഇടവുമുള്ള ഒരു നേതാവേ രാജ്യത്തുള്ളൂ. അത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് സർ. അദ്ദേഹം പാർലമെന്റിനകത്തും പുറത്തും ജനങ്ങളെ സംഘടിപ്പിച്ചും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സർ. ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം ശക്തമായ നിലപാടെടുക്കുമ്പോൾ കേരളത്തിൽ ഒരു മാധ്യമ ചാനലിരുന്നുകൊണ്ട് BJPയുടെ ഒരു നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും എന്ന് പറയുമ്പോൾ അതിനെതിരെ ഒരു വാക്ക് പറയുവാൻ, ഒരു FIR രജിസ്റ്റർ ചെയ്യുവാൻ തൻ്റെ ഇടം കാണിക്കാതെ BJPക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ഭരണകൂടമാണ് സർ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്നത്. സർ, അങ്ങനെയുള്ള നിങ്ങൾക്ക് ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരക്ഷരം പറയാനുള്ള ധാർമ്മികത ഇല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് സർ. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യം ധനകാര്യമന്ത്രി വന്നു. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള നേരിട്ടൊരു ചോദ്യമാണ്. ഇന്ന് ഈ റൂൾ 50 അനുവദിച്ച് സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ സർ, കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്. കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് അങ്ങ് പറയുമോ? അങ്ങയുടെ മറുപടി കേട്ട് കഴിഞ്ഞാൽ ഉണ്ട് എന്നും ഇല്ല എന്നില്ല പറയില്ല, പക്ഷെ ഉണ്ടില്ല എന്ന് പറയും. ഉണ്ടില്ല എന്നുള്ള മറുപടി അല്ല വേണ്ടത്. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് നേരിട്ട് പറയാൻ അങ്ങ് തയ്യാറാണ്. നമ്മുടെ MLA-മാരുടെ സ്ഥിതി, ഭരണകക്ഷി MLA-മാരുടെ സ്ഥിതി ആലോചിച്ചാൽ വളരെ പ്രയാസമാണ് സർ. എല്ലാവരും ധരിക്കും ഈ ഗവൺമെന്റ് കൊണ്ട് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. അല്ല സർ, ഈ MLA-മാരാണ് സർ. വിലക്കയറ്റം ലാഭകരമാണ് എന്ന് പറയേണ്ട സ്ഥിതിയാണ് സർ ഇവിടുത്തെ MLA-മാർക്കുള്ളത്. ന്യായീകരണ തൊഴിലാളികളായി മാറിയിരിക്കുകയാണ്. യാഥാർത്ഥ്യ ബോധം എന്താണ്? യാഥാർത്ഥ്യ ബോധത്തോട് കാര്യങ്ങൾ കാണാം. നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളൊന്ന് അന്വേഷിക്കണം എന്താണ് ഇവിടുത്തെ വിലക്കയറ്റം എന്നുള്ളതിനെ കുറിച്ച്. സർ, നിങ്ങൾ പറഞ്ഞില്ല ഈ ഓണത്തെക്കുറിച്ച്. ഓണം വളരെ ആഘോഷത്തോടു കൂടി കൊണ്ടുവരുന്നു, ഒരു വിലക്കയറ്റം ഉണ്ടായിരുന്നില്ല സർ. ഞാൻ പത്രവാർത്ത ഇവിടെയുണ്ട്. ഓണം കഴിഞ്ഞ് ഈ മാസം ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ് എന്നാണ് സർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എവിടെ നിങ്ങളുടെ ആഘോഷം നിങ്ങളുടെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടു ആഘോഷിച്ചു. തൊട്ടടുത്ത വീട്ടിലൊന്ന് പോണം സർ. അവരനുഭവിച്ച പ്രയാസം, വിലക്കയറ്റം കൊണ്ട് അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഇവിടെ നിങ്ങളെല്ലാം ചെയ്യുന്ന റൂൾ 50 അനുവദിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും നീതി വേണ്ട. എനിക്ക് മന്ത്രിയോട് നേരിട്ട് ചോദിക്കാനുള്ളത് സാമ്പത്തിക കാര്യങ്ങളും കണക്കൊന്നും ഞാൻ പ്രാവശ്യം എടുക്കുന്നില്ല. പലവട്ടം അങ്ങോട്ട് പറയുമ്പോഴും അങ്ങ് അതിനൊന്നും മറുപടി പറയാറില്ല. പിന്നെ എൻ്റെ സമയപരിമിതി കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പറഞ്ഞല്ലോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും എത്ര ഗഡു ക്ഷാമം എത്ര കൊടുക്കാനുണ്ട്? എൻ്റെ കണക്കനുസരിച്ച് 6 ഗഡുക്കളാണ് കുടിശ്ശിക, 18% എന്ന് കൊടുക്കും സർ. കൊടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുമോ? എങ്കിൽ അത് പറയണം സർ. അതോടൊപ്പം സർ, ശമ്പള പരിഷ്കരണം 2024 പ്രാബല്യത്തിൽ വരേണ്ടതാണ് സർ. 2024 പ്രാബല്യത്തിൽ വരേണ്ട ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഇതുവരെ റിപ്പോർട്ട് പോലും സമർപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കത് കൊടുക്കാൻ കഴിയും സർ. സർ, ഈ ആശാ വർക്കർമാരുടെ സമരം നടത്തുകയാണ്. അങ്ങയുടെ മടിക്കുത്തിൽ പണമുണ്ട് എന്ന് പറയുന്നു സർ. 500 രൂപയെങ്കിലും പാവപ്പെട്ട ആശാ വർക്കർമാർക്കൊന്ന് കൂട്ടിക്കൊടുക്കുവാൻ അങ്ങേക്ക് എന്ന് കഴിയും? എത്ര ദിവസമായ സമരത്തിലാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കൽ? എല്ലാം സുഭിക്ഷമാണ്, എല്ലാം സൗകര്യപ്രദമാണ്. ഈ പാവപ്പെട്ടവർക്ക് എന്താണുള്ളത്? ഗവൺമെന്റ് അവർക്ക് എന്തെങ്കിലും കൂട്ടിക്കൊടുക്കാൻ കഴിയുമോ? അത് അങ്ങ് പ്രസംഗത്തിലൊന്ന് മറുപടി പറയണം സർ. സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എങ്കിൽ ഇതൊക്കെ അങ്ങേക്ക് ചെയ്യാമല്ലോ. എന്താ ചെയ്യാതിരിക്കുന്നത്? 3 ലക്ഷം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 16 മാസത്തെ കുടിശ്ശിക ഉണ്ട് എന്ന് പറയുന്നു സർ. എന്നേക്ക് അങ്ങേക്ക് അത് കൊടുത്തു തീർക്കാൻ കഴിയും സർ? അതുപോലെ തന്നെ മറ്റ് തൊഴിലാളി ക്ഷേമനിധികൾ, ഞാൻ ഈ കണക്കെടുത്ത് അങ്ങേക്കറിയാൻ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി എനിക്ക് നൽകിയ കണക്കുണ്ട്. അതിൻ്റെ ഓരോ ക്ഷേമനിധി ബോർഡുകളിലും കൊടുക്കേണ്ട കുടിശ്ശികയുടെ കണക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വായിക്കാൻ തന്നെ എൻ്റെ 7 മിനിറ്റ് പോകുമെന്നുള്ളത് കൊണ്ടാണ് സർ ഞാൻ അതിലേക്ക് പോകാത്തത്. എന്ന് അങ്ങേക്ക് ഇതൊക്കെ കൊടുത്തു തീർക്കാൻ കഴിയും? ഇതൊക്കെ കൊടുത്തു തീർത്തിട്ടാണോ ഇവിടെ ഇതാഘോഷിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ചർച്ച ചെയ്ത പരമ്പരാഗത തൊഴിലാളികൾ, കശുവണ്ടി, കൈത്തറി, കയറ്, അവരുടെയൊക്കെ അവസ്ഥ എന്താണ് സർ? ഇതൊന്നും നിങ്ങൾ കൊടുക്കുന്നില്ല. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഓണം സുഭിക്ഷമാണ്, എല്ലാം നല്ലതുപോലെ പോയി എന്ന്. ഇവിടെ നിങ്ങൾക്കറിയാം MLA ഫണ്ട് കൊടുത്ത് അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ട് അതിൻ്റെ പണം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പോൾ MLA ഫണ്ട് എടുക്കാൻ ഇന്ന് കോൺട്രാക്ടർമാർ വരുന്നില്ല. നമ്മൾ പദ്ധതി വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് കോൺട്രാക്ടർമാരെ കിട്ടാനില്ല. അതാണ് സ്ഥിതി. എല്ലായിടത്തും നിങ്ങൾ ഇതുപോലെ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സർ. പിന്നെ
വെള്ളക്കരം കൂട്ടി, അതുപോലെ തന്നെ ഭൂനികുതി കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, അതുപോലെ ബസ് ചാർജ് കൂട്ടി, പെർമിറ്റ് ഫീസ് കൂട്ടി, വൈദ്യുതി നിരക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് മന്ത്രി. ഇനിയും വൈദ്യുതി നിരക്ക് കൂട്ടുമെന്ന് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ്. സർ, ഈ രീതിയിലുള്ള പാവപ്പെട്ടവന്റെ പോക്കറ്റിലെ പണം മുഴുവൻ പോക്കറ്റ് അടിച്ച് ഇത്തരം കാര്യങ്ങൾ വാങ്ങിയിട്ടും ഈ പാവപ്പെട്ടവന് കൊടുക്കേണ്ട കാര്യത്തിൽ നിങ്ങളൊന്നും കൊടുക്കുന്നില്ല സർ. എന്നിട്ടും നിങ്ങൾ പറയുന്നു ഇവിടെ സാമ്പത്തികമായി ഭദ്രതയാണ്, ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് പറയുകയാണ് സർ. ഇവിടെ പറഞ്ഞല്ലോ ഏറ്റവും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന SC ST വിഭാഗങ്ങൾക്ക് അവരുടെ പദ്ധതികൾ നിങ്ങൾ വെട്ടിക്കുറച്ച് പറഞ്ഞല്ലോ. 10,000 രൂപ കൊടുക്കേണ്ടത് എല്ലാ നമ്മുടെ ഈ സ്കൂൾ ഫെസ്റ്റിവലിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ A ഗ്രേഡ് നേടിയ കുട്ടികൾക്ക് 10,000 രൂപ കൊടുത്തുകൊണ്ട് നിങ്ങളെ കൊടുത്തില്ല. ഇവിടെ പറഞ്ഞല്ലോ സ്വർണ്ണ പതക്കം കൊടുത്തിരുന്നു. എത്ര വർഷമായി കൊടുത്തിട്ട് എല്ലാ A+ കിട്ടുന്ന കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇപ്പോൾ? അതുപോലെ തന്നെ സർ, ഫുഡ് സപ്പോർട്ട് പ്രോഗ്രാം STക്കുള്ള നിങ്ങൾ നിർത്തിയില്ലേ? ജനനി ജന്മരക്ഷാ പദ്ധതി നിങ്ങൾ നിർത്തിയില്ലേ? ചികിത്സാ ധനസഹായം നിങ്ങൾ പേരിനെ മാത്രമാക്കിയില്ലേ, നാമമാത്രമാക്കി ചുരുക്കിയില്ലേ? സർ, സേഫ് വീടുകളുടെ പുനരുദ്ധാരണ പദ്ധതി എവിടെയാണ് എത്തി നിൽക്കുന്നത്? സർ, വിദ്യാവാഹിനി കുട്ടികളെ ഗോത്രങ്ങളിൽ നിന്ന് അവരുടെ ഊരുകളിൽ നിന്ന് സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതി, ആ പദ്ധതിക്ക് പോലും പണം അനുവദിക്കാതെ നിങ്ങൾ പറയുകയാണ് ഇവിടെ സാമ്പത്തികമായ ഒരു പ്രയാസവുമില്ല, എല്ലാം സുരക്ഷിതമാണ്. ഏറ്റവും സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളുടെ കാര്യമാണ് സർ പറയുന്നത്. സർ, ന്യൂനപക്ഷങ്ങളുടെ കാര്യം എടുത്താൽ ന്യൂനപക്ഷ ചെലവ് പാഴാക്കിയത് 21.67 കോടി രൂപ കഴിഞ്ഞ 4 വർഷം. സർ, ചെലവാക്കുന്ന കാര്യം വരെ UDF ഗവൺമെന്റിന്റെ കാലത്തുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ വലിയ തുകയായിരുന്നു, ഏതാണ്ട് 90 കോടിക്കകത്ത് വന്നിരുന്നു സർ. അത് നിങ്ങൾ താഴോട്ട് കൊണ്ടുവന്നു. അത് കൊണ്ടുവരിക മാത്രമല്ല, ആ കൊണ്ടുവന്ന തുകയിൽ പിന്നീട് നിങ്ങൾ വെട്ടിക്കുറവ് നടത്തുകയാണ്. സർ, ഈ രീതിയിലാണ് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് നിങ്ങൾ പറയുന്നു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് സമയബന്ധിതമായി ചെയ്യുവാൻ ഈ ഗവൺമെന്റ് മുന്നോട്ട് വന്നുകൊണ്ട് അത് തെളിയിക്കണം. ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല, പക്ഷെ ജനങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരുപാട് പണം നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ല. നിങ്ങൾ ട്രഷറി ആണെങ്കിൽ ട്രഷറിയുടെ കാര്യം മാർച്ച് മാസത്തിലൊക്കെയാണ് മുമ്പ് ഗവൺമെന്റുകൾ ട്രഷറി നിയന്ത്രണം കൊണ്ടുവരിക. പക്ഷേ ഇത് ഒരു മാർച്ച് കഴിഞ്ഞാൽ അടുത്ത ഏപ്രിൽ മാസത്തിൽ തന്നെ ട്രഷറി നിയന്ത്രണം കൊണ്ടുവന്ന ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആണെന്ന് ചരിത്രം പരിശോധിച്ചാൽ അത് പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും.